ഹലോ ഗൈസ്, ഇത് നമ്മുടെ എമ്പുരാൻ്റെ റിലീസിൻ്റെ അന്ന് രാഗത്തിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് ഭയങ്കര കൊട്ടും മേളവും ബഹളവും കണ്ടപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നു. അതുപോലെ തന്നെ ഞാൻ കുറേ ബുക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിഷമിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ നെക്സ്റ്റ് സൺഡേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ സൺഡേ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനും ജോബിൻ ചേട്ടനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനും പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോയി കണ്ടാൽ മതിയെന്ന്. അതുപോലെ തന്നെ ലൂസിഫർ ഞാൻ കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് സ്റ്റോറി അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ലൂസിഫറും കുത്തിയിരുന്ന് കണ്ട ശേഷം മാത്രമാണ് നമ്മുടെ എമ്പുരാൻ കാണാൻ പോയത്. നമ്മുടെ രാഗത്തിൻ്റെ ഫ്രണ്ടിൽ റിലീസിനൊന്ന് കിഡിലൻ ഷോ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അധികം സമയം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ, പെട്ടെന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ സൺഡേ ആയി. അങ്ങനെ എന്തെങ്കിലും നമ്മൾ സൺഡേയിൽ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 11:30 സിനിമ ബുക്ക് ചെയ്തെങ്കിലും നമ്മൾ കണ്ടത് ഒരു 12 മണിക്കാണ് കേട്ടോ. അവിടെ കുറേ ടൈം എടുത്തു സിനിമ തുടങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ ശോഭയിലേക്കാണ് കേട്ടോ പോകുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ്. വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ ആമുട്ടന് കുറച്ച് ടോയ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ ഞാനൊരു ടെഡീനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര റേറ്റ് ആയിരുന്നു എല്ലാത്തിനും. പിന്നെ എന്തായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ടെഡീനെ എടുത്തത് കേട്ടോ. അങ്ങനെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാം. അപ്പോൾ എല്ലാതും ഒരു എന്താ പറയുക, നാഗവല്ലി ഓരോ സാധനങ്ങൾ എടുക്കുന്ന പോലെ മാങ്ങാമാല, ആ മാല, ഈ മാല എന്ന് പറയുന്നത് ഓരോന്നെടുത്ത് ജോയിൻ കാണിച്ചു കൊടുക്കണം, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾക്ക് എന്തായാലും വേണമെന്ന്. അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ സമയമുള്ളതുകൊണ്ട് തന്നെ അവിൽ മിൽക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടേക്കാണ് പോകുന്നത്. എനിക്ക് അവിൽ മിൽക്ക് അത്ര ഇഷ്ടമൊന്നുമല്ലെങ്കിലും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ മതി എന്ന് പറഞ്ഞു. ആളെപ്പോഴും സ്ട്രോബെറിയുടെ ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെ ആൾക്ക് സ്ട്രോബെറി ഫ്ലേവറും മതിയെന്ന്. അങ്ങനെ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നുള്ള ആൾക്കാരൊക്കെ ഫസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും സിനിമ കാണാൻ വന്നവരാണ്. കാരണം ഞാൻ ആ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അവിടെ എവിടെയും കണ്ട ആൾക്കാർ മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി വന്നവരാണ് കണ്ടത്. അങ്ങനെ ഈ ചേട്ടനും എനിക്കുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കുള്ളത് ഈ വലുതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വലുതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചോക്ലേറ്റിൻ്റെ എടുത്തു. ആളുടെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് അവിൽ മിൽക്കിൻ്റെ അത്ര വലിയ ഫാനും അല്ല. എന്നാലും പിന്നെ ഓൾറെഡി വീട്ടിൽ നിന്ന് വയറ് നിറയെ ഫുഡ് ജോബിൻ്റെ ചേട്ടൻ മമ്മി കഴിപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ദോശയും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിച്ച് വന്നുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി ഞാൻ ചേട്ടന് കൊടുത്തു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ എമ്പുരാൻ കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ മനസ്സിൽ മറ്റേ എമ്പുരാനെ ഞാൻ പാടുന്നില്ല, ഞാൻ പാടിക്കോളാവുന്ന എനിക്കറിയാം. ഞാൻ പാടുമ്പോൾ എൻ്റെ ആമൂസ് നോക്കുകയാണ്. കാരണം കുട്ടി എന്നെ കേട്ട് ബോറടിച്ചു എൻ്റെ താരാട്ട് പാട്ട്. ഞാനിവിടെ പാട്ടാടിയാൻ ഗൈസ്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞത് എമ്പുരാൻ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുകയാണ്. അടിപൊളി മൂവിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ ഓക്കെ ഫസ്റ്റ് ഹാഫ് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് പിന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി. പിന്നെ പപ്പയുടെയും പിക്കുൻ്റെയും മമ്മിയുടെയൊക്കെ കൂടെ പോയപ്പോഴാണ് പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ലൊരു മൂവിയാണ്.